5 ചോദ്യങ്ങളാണ് തന്നിരുന്നത്. മനസ്സിലായല്ലോ? 5ാമത്തെ ചോദ്യം അതുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യുന്നതിന് ശേഷം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ ആണല്ലോ? എന്നെ മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾ? ശരി. രാഹുൽ സ്റ്റഡിയുടെ ഇംഗ്ലീഷ് ഗ്രാമർ. ഇവിടുത്തെ ഓബ്ജക്റ്റ് ഏതാണെന്ന് പറയാം. ആദ്യം ഓബ്ജക്റ്റ് ഏതാ? ഇംഗ്ലീഷ് ഗ്രാമർ. അതാണ് ഗ്രാമർ എന്ന് മാത്രം. അതാണ് ഇവിടുത്തെ ഓബ്ജക്റ്റ്. ഇവിടുത്തെ വെർബ് ഏതാണെന്ന് പറയും? സ്റ്റഡീഡ്. ഇവിടുത്തെ സബ്ജക്റ്റ് ഏതെന്ന് പറയും? രാഹുൽ. സബ്ജക്റ്റ് രാഹുൽ. ഇവിടെ വെർബിന്റെ ടെൻസ് എന്താണെന്ന് പറയും? സിമ്പിൾ പാസ്റ്റ്. എന്താണ്? സിമ്പിൾ പാസ്റ്റ്. അപ്പോൾ സ്റ്റഡീഡ് സിമ്പിൾ പാസ്റ്റ്, ഇംഗ്ലീഷ് ഗ്രാമർ ഓബ്ജക്റ്റ്, രാഹുൽ സബ്ജക്റ്റ്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലാണ് പാസീവും വരേണ്ടത്. നമുക്ക് ആദ്യം ഓബ്ജക്റ്റ് എഴുതാം. എന്താ? ഇംഗ്ലീഷ് ഗ്രാമർ സ്റ്റഡീഡ് എന്നാണ്, അല്ലയോ? എന്ത് ടെൻസ് പറഞ്ഞു? സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിൽ വരുമ്പോൾ നമ്മൾ ബി എന്ന് പറയുന്ന വെർബിന്റെ പാസ്റ്റ് ഫോമുകൾ യൂസ് ചെയ്യണം. ഏതൊക്കെയാണ് ബിയുടെ പാസ്റ്റ് രൂപങ്ങൾ? വാസ്, വെയർ. ഏതാ ഈ ബി എന്ന് പറയുന്ന വെർബ്? ഇതിന്റെ പാസ്റ്റ് രൂപങ്ങൾ ഉപയോഗിക്കണം. ഇതിന്റെ പാസ്റ്റ് രൂപം ഏതാ? വാസ്, വെയർ. വാസ്, വെയർ. ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമറിനോട് വാസ് പ്രയോഗിക്കണോ അതോ വെയർ പ്രയോഗിക്കണോ? വാസ്. ഇംഗ്ലീഷ് ഗ്രാമർ വാസ്. ഗ്രാമർ വാസ് ആണ് കേട്ടോ. വാസ്. ഇനി എന്താ എഴുതണ്ടേ? വെർബ് ഏതാ? സ്റ്റഡി അല്ലേ? സ്റ്റഡി. അതിന്റെ പാസ്റ്റ് ടെൻസ് എന്താ? സ്റ്റഡീഡ്. അതിന്റെ തേർഡ് ഫോം എന്താ? സ്റ്റഡീഡ്. അപ്പോൾ വാസ് സ്റ്റഡീഡ്. ഇവിടെ എന്താ ഉപയോഗിക്കേണ്ടത്? സ്റ്റഡീഡ്. സ്റ്റഡി എന്ന് പറയുന്ന വെർബിന്റെ സെക്കൻഡ് ഫോമും തേർഡ് ഫോമും ഒരേപോലെയാണ്. അതുകൊണ്ടാണ് ഇവിടെ കണ്ടതുപോലെ ക്വസ്റ്റ്യനിൽ കണ്ടതുപോലുള്ള വെർബ് മുകളിൽ വന്നത്. ഈ വെർബിനെ അതുപോലെ എടുത്ത് എഴുതിയതല്ല. മനസ്സിലായല്ലോ? എന്താ? നോക്കൂ. സ്റ്റഡി, സ്റ്റഡീഡ്, സ്റ്റഡീഡ്. നമ്മൾ ഈ വെർബിനെയാണ് ഇവിടെ എഴുതിയത്. കണ്ടല്ലോ? സ്റ്റഡീഡ്. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ വാസ് സ്റ്റഡീഡ്. ആരാ പഠിച്ചത്? പഠിച്ചതാരാ? രാഹുൽ. എങ്ങനെ എഴുതുവാൻ സാർ? ബൈ രാഹുൽ. ഓക്കെ ആണല്ലോ? നമ്മൾ 5 ചോദ്യങ്ങൾ എന്ത് ചെയ്തു? അങ്ങനെ 5 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തു? ഓരോന്നായി പരിചയപ്പെട്ടു. നിങ്ങൾ ഒരു ദിവസം ഒരു ക്വസ്റ്റ്യൻ പഠിക്കുക. അങ്ങനെ 5 ദിവസം കൊണ്ട് 5 ചോദ്യങ്ങൾ. ആദ്യം ബോർഡിൽ 5 ക്വസ്റ്റ്യൻ എഴുതിയിട്ടിരുന്നു. 5 ദിവസം കൊണ്ട് 5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. 1 മാർക്ക് കിട്ടും. സുഹൃത്തുക്കൾക്കെല്ലാം പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് എന്നെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നെ ക്ലാസ് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടല്ലോ? എന്നോടൊപ്പം വരുന്നുണ്ടല്ലോ എല്ലാവരും? ഓക്കെ, താങ്ക് യു.